ചരിത്രായ മമതാരഹിതാത്മനെ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, യോഗത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാന്യനായ ശ്രീ മുരുകൻ വെങ്കടാചലം അവറുകൾ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യനായ അഡ്വക്കേറ്റ് NK പ്രേമചന്ദ്രൻ അവറുകൾ, അഭിവന്ദ്യനായ ഫാദർ ഡേവിഡ് ചിറമേൽ, ഡോക്ടർ AV അനൂപ്, സിദ്ദീഖ് അഹമ്മദ്, ശ്രീ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സേവനം UK-യുടെ ബൈജു പാലക്കൽ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, സ്നേഹസമ്പന്നരായ സ്നേഹനിധികളായ സഹോദരീ സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും സ്നേഹനിർഭരമായ അഭിവാദനങ്ങൾ ആദ്യമായി അർപ്പിക്കട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ യുഗപ്രഭാവനായ യുഗാചാര്യനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിശ്വോത്തരങ്ങളായ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ലോകമെമ്പാടും എത്തിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ്, ചരിത്രപരമായ കടമയാണ് ഇന്ന് ശിവഗിരി മഠം ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും UK-യിൽ സേവനത്തിൻ്റെ നേതൃത്വത്തിൽ ശിവഗിരി ആശ്രമം ഓഫ് UK-യുടെ ആഭിമുഖ്യത്തിലൊക്കെ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ച് വരുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വപൂർണമായ മാനവിക ദർശനം ഇന്ന് ലോകമെമ്പാടും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിക്കുവാൻ ഉതകുന്നു എന്ന ഒരു തിരിച്ചറിവ് ഇന്ന് നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ഗുരുവിൻ്റെ മഹത്വപൂർണമായ ദർശനം പരിശോധിക്കുമ്പോൾ മറ്റ് ദർശനങ്ങളിൽ നിന്നും ദാർശനിക ആചാര്യന്മാരെന്നും വ്യത്യസ്തമായി ഗുരുവിന് കണ്ടെത്തുവാൻ കഴിഞ്ഞ ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ മാനവ സമൂഹത്തിൻ്റെ ജീവിതഗന്ധികളായ എല്ലാ വിഷയങ്ങളിലേക്കും കടന്നു ചെല്ലുവാനും ജീവിതഗന്ധികളായ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയമായ ധാരണകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അശാസ്ത്രീയമായ ധാരണകളെ സമൂലം തിരുത്തി ശാസ്ത്രീയ അവബോധം നൽകുവാൻ യുഗപ്രഭാവനായ ഗുരുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റ് ആചാര്യന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ശ്രീനാരായണ ഗുരുവിനെ വ്യത്യസ്തമാക്കുന്ന മഹത്വവും മഹിമയും. ഗുരുവിൻ്റെ ജീവിതവും അതുതന്നെയായിരുന്നു. അതാണ് ഗുരുവിൻ്റെ ജീവിത മാഹാത്മ്യം. ഗുരുവിൻ്റെ ജീവിത മാഹാത്മ്യവും ദാർശനിക മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാകുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ സ്വപ്നം കണ്ട സർവരും സോദരത്വേന വാഴുന്ന ഒരു സാമൂഹിക സൃഷ്ടിയിലേക്ക് നമുക്ക് പോകുവാൻ കഴിയും എന്നുള്ളതാണ്. ഗുരുദർശനത്തിലേക്ക് അല്ലെങ്കിൽ ഗുരു സന്ദേശങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിക്കാണിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. ഒന്നാമതായി മനുഷ്യൻ നന്നാകണം എന്നാണ്. മനുഷ്യൻ നന്നാകണം. നല്ല ആഹാരപദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് ശാരീരിക പുഷ്ടി പ്രാപിക്കുക എന്നുള്ളതല്ല മനുഷ്യൻ നന്നാകുക എന്ന്
ഗുരുദേവൻ ലക്ഷ്യമിട്ടിരിക്കുന്നു. മാനസികപരമായി, ചിന്താപരമായി, ദൈക്ഷണികപരമായി നമുക്ക് നന്നാകുവാൻ കഴിയണം. ആ നന്നാകലിൻ്റെ പാതയാണ് ശ്രീനാരായണ ഗുരുദേവൻ വെട്ടിത്തുറക്കുന്നത്. നന്നാകലിലൂടെ മാത്രമേ നമുക്ക് ഒന്നാകുവാൻ കഴിയുകയുള്ളൂവെന്ന് ഗുരു നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ നന്നാകലിൻ്റെയും ഒന്നാകലിൻ്റെയും പാത വെട്ടിത്തുറക്കുവാനുള്ള അവസ്ഥാവിശേഷം നമ്മുടെ ജീവിതത്തിനും പ്രവർത്തനത്തിനും ഉണ്ടാകണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ സൂചിപ്പിക്കുകയുണ്ടായി. ശിവഗിരി ആശ്രമം ഓഫ് UK-യുടെ 10ാമത് വാർഷികത്തിൽ, അല്ലെങ്കിൽ സേവനത്തിൻ്റെ 10ാമത് വാർഷികത്തിൽ നാം ഒത്തുചേരുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ 1904 നൽകിയ സന്ദേശം നാം ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. 1904 ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയുടെ താഴ്വരയിൽ ഒരു പർണശാല കെട്ടി അവിടെ താമസം ആരംഭിച്ചുകൊണ്ട് ശിവഗിരി മഠം സംസ്ഥാപനം ചെയ്തു. ശിവഗിരി മഠ സംസ്ഥാപനത്തോടനുബന്ധിച്ച് അന്ന് ഗുരു ജനനന്മയ്ക്ക് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി ഒരു സന്ദേശം പുറപ്പെടുവിക്കുകയുണ്ടായി. ആ സന്ദേശത്തിൻ്റെ മഹത്വവും മാഹാത്മ്യവും കണക്കിലെടുത്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാകവി കുമാരനാശാൻ അന്ന് ആ സന്ദേശം അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. ആ സന്ദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അടിവരയിട്ട് സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ നൂറ്റാണ്ട് കഴിയുമ്പോഴും നമ്മുടെ സജീവ ശ്രദ്ധയിലേക്ക് വരേണ്ട കാര്യമാണ് ഗുരു അവിടെ സൂചിപ്പിച്ചത് എന്ന് കാണുവാൻ കഴിയും. ഗുരു ആ സന്ദേശത്തിൽ പറഞ്ഞത്, നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖത്തെയാണ്. ആരും ഒരിക്കലും ദുഃഖത്തെ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖത്തെയാണ്. സുഖപൂർണമായ, ഐശ്വര്യപൂർണമായ, ആനന്ദപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അതിനനുസൃതമായ ഒരു ജീവിതശൈലി ഉണ്ടാകണം, അതിനനുസൃതമായ ഒരു ജീവിതക്രമം ഉണ്ടാകണം എന്ന് ഗുരു ആ സന്ദേശത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് അനുസൃതമായ ജീവിതശൈലിയിലേക്ക്, അതിനനുസൃതമായ ജീവിത പന്ഥാവിലേക്ക് പോകണമെങ്കിൽ സദാചാരബോധത്തിലും ധർമ്മനിഷ്ഠയിലും അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് സന്ദേശത്തിൽ ഗുരു പറയുകയാണ്. സദാചാരബോധത്തിലും ധർമ്മനിഷ്ഠയിലും അധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന്, വളരുന്ന തലമുറയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് നാട് നീളെ ആരാധനാലയങ്ങൾ, ആശ്രമങ്ങൾ, സഭകൾ, സംഘടനകൾ ഉണ്ടാകണമെന്ന് ഗുരു നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ നാം സംഘടനകളിലൂടെ, സഭകളിലൂടെ, ആശ്രമങ്ങളിലൂടെ എല്ലാം ലക്ഷ്യമിടുന്നത് സദാചാരബോധത്തിലും ധർമ്മനിഷ്ഠയിലും അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ പടുത്തുയർത്തുന്നതിനുള്ള ഒരു സാമൂഹിക സൃഷ്ടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ചും ഒട്ടേറെ വാദങ്ങളും വിവാദങ്ങളും ഈ വർത്തമാന സമൂഹത്തിൽ നടക്കുകയാണ്. എന്താണ് സദാചാരം എന്നറിയാതെ സദാചാര പോലീസും സദാചാര ഗുണ്ടായുസവും നടത്തുന്ന ഒരു പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ധർമ്മം എന്താണെന്നറിയാതെ ധർമ്മത്തെക്കുറിച്ചുള്ള വാദങ്ങളും വിവാദങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സദാചാരമെന്നും എന്താണ് ധർമ്മമെന്നും ഒക്കെ വളരെ വ്യക്തമായി, ലളിതമായി, മധുരമായി ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ കൃതികളിലൂടെ, ഉപദേശങ്ങളിലൂടെ, ഉദ്ബോധനങ്ങളിലൂടെ എല്ലാം ഈ സമൂഹത്തെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട്, അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മാതൃകാപരമായ ഒരു ജീവിതത്തിലൂടെ ഗുരുദേവൻ സ്വപ്നം കണ്ട സർവരും സോദരത്വേന വാഴുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയും. അത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി ശിവഗിരി ആശ്രമം ഓഫ് UK മാറട്ടെ. അതിന് എല്ലാവിധ അനുഗ്രഹ ആശിസ്സുകളും എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.